ലഹരി മാഫിയ തലവൻ കെവിൻ കെ മാത്യു സുഹൃത്തുക്കളായ ഡോക്ടറും വക്കീലും ഇവൻ്റ് മാനേജർ ഉടമയും കൊച്ചിയിൽ അറസ്റ്റിൽ. കെവിൻ കെ മാത്യുവിനെ നമുക്ക് നേരത്തെ അറിയാം. ഇയാളെ ലഹരി മാഫിയ തലവൻ എന്ന് പറയാൻ കാരണം ആഡംബര ഹോട്ടലുകളിലെല്ലാം ലഹരി എത്തിക്കുന്ന ഇയാളാണ് കുറേ വർഷങ്ങളായിട്ട്. കഴിഞ്ഞ വർഷം ഇയാളെയും 3 സ്ത്രീകളെയും കൊച്ചി പോലീസ് ലഹരി സപ്പടയുടെ ഇടയ്ക്ക് അറസ്റ്റ് ചെയ്യുകയും പിടികൂടുകയൊക്കെ ചെയ്തു. ഇയാൾ ജാമ്യത്തിൽ പോവുകയും ചെയ്തു. ഈ ആളുടെ ജാമ്യക്കാരാര്, എങ്ങനെയാണ് ഇവർക്ക് ജാമ്യം കിട്ടുന്നത്? ഇവരെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്ന വലിയ തൂക്കമുള്ള വലിയ തോതിലുള്ള ലഹരി ഉണ്ടെങ്കിൽ എങ്ങനെ ഇവർ ജാമ്യത്തിൽ പോകുന്നു? പോലീസ് കുറ്റമറ്റ ഒരു കുറ്റച്ചാർജ് വേണം കൊടുക്കാൻ. ലഹരി പിടിച്ചെടുക്കുമ്പോഴുള്ള മകസറിലാണ് കൂടെ അവരുടെ വക്കീലുമൊക്കെ പോലീസിനെതിരെ അറ്റാക്ക് ചെയ്ത് അത് ചില പാവപ്പഴകൾ സൃഷ്ടിച്ചാണ് ജാമ്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. തൃക്കാക്കരയിലെ ചെമ്പുമുക്കിലാണ് താമസിക്കുന്ന തൊടുപുഴക്കാരനായ കെവിൻ ബി മാത്യു. ഇയാൾ ലഹരി കടത്തുന്ന അഗ്രഗണ്യനാണ്. ഇയാളൊരു ചെറിയ മീനല്ല എന്നാണ് പറയുന്നത്. ഇയാൾ കൂടെ തായ്ലൻഡിലും ഒക്കെ പോയി ലഹരി ധാരാളം കടത്തിക്കൊണ്ടുവരും. എങ്ങനെയാണ് ഇയാൾ തായ്ലൻഡിൽ നിന്ന് ഫ്ലൈറ്റ് എങ്ങനെ കടത്തിക്കൊണ്ടുവരുന്നു? അത് ഷിപ്പിലാണോ വരുന്നത്? ഇതേപ്പറ്റിയൊക്കെ നമ്മൾ ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇയാളുടെ തൃക്കാക്കരയിലെ മുറി പരിശോധിച്ചപ്പം 184 ഗ്രാം MDMA കിട്ടി. വലിയ തൂക്കമാണ്. അത് തന്നെയല്ല, 94 ഗ്രാം എക്സ്റ്റസേ പിൽസ് ഗുളികകളും പിടിച്ചെടുത്തു. കെവിൻ്റെ കൈവശം ഈ ഡീലിങ്ങിൽ കിട്ടുന്ന 1 ലക്ഷം രൂപ അതും പിടിച്ചെടുത്തു പോലീസ്. കഴിഞ്ഞ വർഷം ഇയാൾ 22 ലക്ഷം രൂപയുടെ ലഹരി മരുന്ന് വിറ്റെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എറണാകുളത്തെ ഹോട്ടൽ പാർട്ടികളിലെല്ലാം ഇവൻ്റ് മാനേജ്മെൻറ്റിൽ നിന്നും അവരൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഇയാളാണ്. ഇയാൾ കേരളത്തിലെ നല്ലൊരു ശതമാനം കുട്ടികളെയും ചെറുപ്പക്കാരെയും വഴിതെറ്റിക്കുന്നതും ലഹരി അടിമയാകുന്നതും തദ്വാര അവർ വയലൻസിലേക്ക് പോകുന്നതിൻ്റെ കാരണക്കാരൻ ഇയാളാണ്. ഇയാൾ ഇനി വെളിയിലോട്ട് ജാമ്യത്തിൽ പോകരുത്. കൊച്ചി പോലീസ് ശ്രദ്ധിക്കണം. ആ പിടിച്ചെടുത്തതിൻ്റെ മഹസർ കൃത്യമായിരിക്കണം. അതിനകത്തൊരു പാകപ്പഴ ഉണ്ടാകരുത്. അതിൻ്റെ റിസൾട്ട് വന്ന് എത്രയും പെട്ടെന്ന് ഇത് ചാർജ് ഷീറ്റ് കൊടുക്കണം. കുറ്റമറ്റ ഒരു ചാർജ് ഷീറ്റ് വേണം ഇയാൾക്ക് കൊടുക്കാൻ. ഇയാൾ ഇനി വെളിയിലേക്ക് ഇറങ്ങരുത്. ഇയാളുടെ കൂടെ അവിടെ ഹോട്ടൽ ലഹരി പാർട്ടിക്കിടയിൽ അവിടുന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത 8 പേരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഉപയോഗിക്കാവുന്ന ഒരു കൈവശം വെക്കാവുന്ന അത്രയും തൂക്കം ലഹരി മാത്രമേ അവരുടെ കൈവശം ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അവരെയും ജാമ്യത്തിൽ വിട്ടു. ഈ ഒരു നിയമം നമുക്ക് കളയേണ്ട സമയം കഴിഞ്ഞു. കൈവശം ഏത് ലഹരി ഇരുന്നാലും അവരെ അറസ്റ്റ് ചെയ്യണം. ലഹരി ചില സമയത്ത് ചിലരുടെ ട്രീറ്റ്മെൻറ്റിന് മെൻ്റലായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ചില മരുന്നുണ്ടാക്കാനും മറ്റും ടാബ്ലറ്റ് കൊടുക്കാനും മറ്റും ലഹരിയുടെ ചില പദാർത്ഥങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അത് കൈവശം വെക്കാവുന്ന എമൗണ്ട് പറയുന്നത്. അതെന്തായാലും അതുകൂടെ എടുത്ത് കളയണം. കാരണം കൈവശം ലഹരി ഇരുന്നാൽ സമൂഹത്തെയും ആ വ്യക്തിയെയും ഒരു കുടുംബത്തിനെയൊക്കെ നശിപ്പിക്കുന്ന ആ ലഹരി തന്നെയാണ്. അതുകൊണ്ട് അതിനും കോടതി ജാമ്യം കൊടുക്കരുത്. ഇങ്ങനെ അല്ലെ പോലീസ് സ്റ്റേഷൻ ജാമ്യം കൊടുക്കരുത്. DGPയുടെ ഒരു ഇൻസ്ട്രക്ഷൻ ആക്കിയതുകൊണ്ട് അവർ കോടതിയിൽ പോയി ജാമ്യത്തിൽ പോകുന്നെങ്കിൽ പോകട്ടെ. പക്ഷേ പോലീസ് സ്റ്റേഷൻ ജാമ്യം ലഹരിയായിട്ട് ബന്ധപ്പെട്ട ഒരിടത്തും എത്ര ചെറിയ തൂക്കമായാലും പാടില്ല എന്നൊരു സർക്കുലർ DGP ഇറക്കുന്നതാണ് ഉത്തമം. സമൂഹത്തിന് വേണ്ടി അത് ചെയ്യണം. ഹോം ഡിപ്പാർട്ട്മെൻറ്റിന് ഈ രീതിയിലൊരു ഇൻസ്ട്രക്ഷൻ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ കഴിയും. അതിന് നിയമപരമായി അത് പോലീസിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ജാമ്യം കൊടുക്കണോ ഇല്ലയോ എന്ന്. അങ്ങനെയുള്ളവരെ ആരും ജാമ്യത്തിൽ വിടാൻ പാടില്ല. മാരക ലഹരി തായ്ലൻഡിൽ നിന്ന് നിർബാധം കൊണ്ടുവരുന്നത് കെവിനാണ്. കാരണം കെവിനെ കുറേ നാളുകളായിട്ട് നമുക്കറിയാം. തൊഴിലുറക്കാരനാണ്. ഇയാൾ എറണാകുളത്ത് താമസിക്കുകയും വളരെയധികം സ്ത്രീകൾ ആയിട്ട് ഇയാൾക്ക് ഇടപാടുകളുണ്ട്. പല സ്ത്രീകളും ഇയാളിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ലഹരി പല സ്ഥലത്തും കൊണ്ട് വിൽക്കുന്നത്. അയാളുടെ ഇടപാടുകൾ ഇപ്പോൾ ഒരു ഡോക്ടറും ഒരു വക്കീലും വന്ന് ചേർന്നിട്ടുണ്ട്. ഇവൻ്റ് മാനേജ്മെൻറ്റെല്ലാം എല്ലാ സ്ഥലത്തും കെവിനെ അറിയാം. എല്ലായിടത്തും ഈ ലഹരി സപ്ലൈ ചെയ്യുന്ന വമ്പൻ സ്രാവ് ഇയാൾ തന്നെയാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള
ആൾക്കാർ ഇനി പൊതുരംഗത്ത് വരാൻ പാടില്ല, ജയിലിൽ നിന്ന് വെളി വരാൻ പാടില്ല. ആ രീതിയിൽ പോലീസ് വളരെ കാര്യമായ രീതിയിൽ കുറ്റച്ചാർജ് കൊടുക്കുകയും എത്രയും പെട്ടെന്ന് കൊടുക്കുകയും അത് തന്നെ ഇയാളെ കാരണം ഈ ലഹരിക്ക് ഇത്ര എമൗണ്ട് ഉണ്ടെങ്കിൽ 10 വർഷം മുതൽ 20 വർഷം വരെയാണ് ശിക്ഷ. അതുകൊണ്ട് ആ ശിക്ഷയ്ക്ക് വിധേയമാക്കണം. നേരത്തെ ഉള്ള കേസിലെല്ലാം ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നതാണ് മനസ്സിലാക്കിയത്. ഒരു ദാക്ഷിണ്യം ഇങ്ങനെയുള്ളവരെ കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് എറണാകുളം പോലീസിനെ അഭിനന്ദിക്കുന്നു ഇപ്പം. കാരണം ഇത് നല്ലൊരു കാച്ചാണ്. അതിനകത്ത് വക്കീലുണ്ട്, ഡോക്ടറുണ്ട്, ഇവൻ്റ് മാനേജ്മെൻറ്റുകാരനുണ്ട്, സമൂഹത്തിലെ ഉന്നതരായ പല ആൾക്കാരും അതിനകത്ത് പെട്ടുപോയിരിക്കുന്നു. അവർക്ക് ലഹരിക്ക് അടിമയോ അത് വിൽക്കാൻ ശ്രമിക്കുന്നവരുമാണ്. എന്തായാലും എറണാകുളം പോലീസിനെ ഒരിക്കൽ കൂടെ അഭിനന്ദിക്കുന്നു. കുറ്റമറ്റ ഒരു ചാർജ് ഷീറ്റ് എത്രയും പെട്ടെന്ന് കൊടുത്തിട്ട് ഇയാൾക്കൊരു 20 വർഷത്തെ എങ്കിലും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.